മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ എന്ന നിലയിൽ പ്രഥമ സ്ഥാനം ഭക്ഷണത്തിന് തന്നെയാണ്. ഭക്ഷ്യക്ഷാമകാലത്ത് ഭക്ഷണത്തിനു വേണ്ടി പോരാടി ജയിച്ച ചരിത്രമാണ് പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിനുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ പൊറുതിമുട്ടിയ കാലത്ത് കല്യാശ്ശേരി ആസ്ഥാനമായി സ്വാതന്ത്ര്യസമര സേനാനി KPR രായരപ്പന്റെ നേതൃത്വത്തിൽ കർഷകരുമായി ചേർന്ന് 1947 ഓഗസ്റ്റ് 18 ഉപഭോക്തൃ സഹകരണ സംഘം രൂപീകരിച്ചു. 22,500 രൂപയായിരുന്നു മൂലധനം. തുടർന്ന് 1955 ഡിസംബർ 31 ബാങ്കായി രജിസ്റ്റർ ചെയ്ത് 1956 മാർച്ച് 7 പ്രവർത്തനം ആരംഭിച്ചു. അക്കാലത്ത് ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനായി ബാങ്കിന്റെ കീഴിൽ 8 റേഷൻ ഷോപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. 76 വർഷം പിന്നിടുമ്പോൾ ബാങ്കിന് കല്യാശ്ശേരി, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലും ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുമായി 14 ബ്രാഞ്ചുകളും, കല്യാശ്ശേരിയിൽ ഹെഡ് ഓഫീസും ഓഡിറ്റോറിയവും, ബക്കളത്ത് ഒരു മിനി ഹാളുമുണ്ട്. 2023 നവംബർ മുതൽ ശ്രീ E. വേണുഗോപാൽ പ്രസിഡന്റായും ശ്രീമതി അംബുജാക്ഷി സെക്രട്ടറിയായും ജനവിശ്വാസത്തിന്റെ നിറവോടെ പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രവർത്തിച്ചു വരികയാണ്. സഹകരണ മേഖലയിലെ ആദ്യ സോളാർ EV ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ്. ബക്കളത്ത് ബ്രാഞ്ച് ഓഫീസിനോട് ചേർന്നാണ് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. 2023 മാർച്ച് 31 ബാങ്കിൽ 44,380 A ക്ലാസ് മെമ്പർമാരും 40,094 B ക്ലാസ് മെമ്പർമാരും 3,802 D ക്ലാസ് മെമ്പർമാരും 11.88 കോടി ഓഹരി മൂലധനവും 610 കോടി പ്രവർത്തന മൂലധനവുമുണ്ട്. സ്ഥിര നിക്ഷേപം, സേവിംഗ്സ് നിക്ഷേപം, ചിൽഡ്രൻസ് സേവിംഗ്സ് നിക്ഷേപം, ദിനനിക്ഷേപം, ഗ്രൂപ്പ് നിക്ഷേപം തുടങ്ങിയവ ഉൾപ്പെടുന്ന നിക്ഷേപം 600 കോടി രൂപയും വായ്പ ഇനത്തിൽ 402 കോടിയും നീക്കിയിരിപ്പുണ്ട്. ബാങ്കിന് 2022-23 വർഷം 86 ലക്ഷം രൂപ ലാഭം നേടാനും കഴിഞ്ഞു. ബാങ്ക് ലാഭത്തിൽ കൊണ്ടുവരിക മാത്രമല്ലാതെ പൊതുജനോപകാരപ്രദമായ പ്രവർത്തനം നടത്തുന്നതിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. ബാങ്കിൽ 146 സേവനോത്സുകരായ ജീവനക്കാർ ജോലി ചെയ്യുന്നു. നാളെയുടെ വാഗ്ദാനമായ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി 2022-23 കാലഘട്ടത്തിൽ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള 55 സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ചിൽഡ്രൻസ് സേവിംഗ്സ് നിക്ഷേപ ക്യാമ്പയിന്റെ ഭാഗമായി 2023 മാർച്ച് മാസം 1.51 കോടി രൂപ ബാങ്കിന് സ്വരൂപിക്കാനായി. ഇതിനായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും പരിപൂർണ സഹകരണം ലഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നിർദ്ദേശപ്രകാരം കോവിഡ് കാലത്ത് നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി പലിശരഹിത വായ്പ അനുവദിച്ചു. ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള 10 സ്കൂളുകൾക്കും 100 ദിനപത്രം സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഫോൺ, ലാപ്ടോപ്പ്, TV സെറ്റ് എന്നിവയും വിതരണം ചെയ്തു. കൂടാതെ സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ശുദ്ധജല വിതരണത്തിനായി വാട്ടർ പ്യൂരിഫയറുകളും ഉപകരണങ്ങളും നൽകുന്നുണ്ട്. ബാങ്ക് പരിധിയിലെ നിർധനരായ രോഗികൾക്ക് മാരക രോഗത്തിന് ചികിത്സയ്ക്കായി 5,000 രൂപ വീതം ധനസഹായം നൽകാറുണ്ട്. മെമ്പർമാരുടെ ക്ഷേമനിധി നിക്ഷേപത്തിൽ നിന്നും മരണാനന്തര ചടങ്ങിനായി 1,500 രൂപയും, ക്ഷേമനിധി ബെനിഫിറ്റ് ഫണ്ടിൽ നിന്നും അവകാശിക്ക് 10,000 രൂപയും, അപകടത്തിൽ മരണപ്പെടുന്ന മെമ്പർമാരുടെ ആശ്രിതർക്ക് 20,000 രൂപയും ധനസഹായം ബാങ്ക് നൽകുന്നുണ്ട്. ഹരിതകേരളം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 5 വർഷമായി വിവിധയിനം വൃക്ഷത്തൈകൾ പൊതുസ്ഥലങ്ങളിലും ബാങ്ക് പരിസരത്തും നട്ട് പരിപാലിക്കുന്നുണ്ട്. ബാങ്കിന്റെ നേതൃത്വത്തിൽ 36 ഏക്കർ നെൽകൃഷി നടത്തിയിട്ടുണ്ട്. ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളായ കോർ ബാങ്കിംഗ്, RTGS, നെഫ്റ്റ്, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, മാമ്പ പ്ലസ്, റിയ മണി എന്നിവയും ബാങ്ക് ഒരുക്കിയിട്ടുണ്ട്. ATM, CDM കൗണ്ടറും പ്രവർത്തിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതുവഴി പ്രതിമാസം 26,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. 2011, 2012, 2022 എന്നീ വർഷങ്ങളിൽ പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന് മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.